പോലീസ് പലയിടങ്ങളിലും കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്ന പലരും തട്ടിപ്പിനിരയായവരൊക്കെ പറയുന്നു കേസെടുക്കുന്നില്ല, പരാതി രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നൊക്കെ. ഒന്ന്, വലിയ രീതിയിലുള്ള പരാതി പ്രളയമുണ്ട്. ആയിരക്കണക്കിന് പരാതികൾ ജില്ലകളിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് ഒരു കാരണമായിരിക്കാം. പക്ഷേ അതിനപ്പുറം പല താല്പര്യങ്ങൾ കൊണ്ടും ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് സംശയിക്കത്തക്ക തരത്തിൽ ഇപ്പോഴും പോലീസ് പലയിടങ്ങളിലും പരാതികൾ പോലും കേൾക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. താങ്കളിലേക്ക് വരാം. ശ്രീ വി കെ സനോജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി കെ സനോജ്, കൊച്ചു കൊച്ചു തട്ടിപ്പിൽ തുടങ്ങി തട്ടിപ്പിന്റെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു അനന്തകൃഷ്ണൻ. ഒരു തട്ടിപ്പിൽ ഏർപ്പെട്ടയാൾ, അതും സാമ്പത്തിക തട്ടിപ്പിൽ ആദ്യം പിടിക്കപ്പെട്ടയാൾ, അതിനുശേഷം ഇത്ര വലിയ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയാണ്. അതിൽ ജനപ്രതിനിധികളുടെ ഫോട്ടോകൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ പറയുന്നു മന്ത്രിമാരുടെയൊക്കെ ഫോട്ടോ കണ്ടാണ് അദ്ദേഹം പോലും വിശ്വസിച്ച് പോയതെന്ന് പറയുകയാണ്. നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഒന്നുമില്ലേ ഇത്തരം തട്ടിപ്പ് നടത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ? എത്ര പേരാണ് കരഞ്ഞുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ട പണത്തിനെ കുറിച്ച് പറയുന്നതെന്ന് കേൾക്കുമ്പോൾ സങ്കടം വരികയാണ്. അപ്പോൾ നമുക്കൊരു സംവിധാനവുമില്ലേ? ഇത്തരം തട്ടിപ്പ് നമ്മുടെ കൺവെട്ടത്ത് നടക്കുകയാണ്. ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ തട്ടിപ്പൊക്കെ നടക്കുമോ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എൻ രാധാകൃഷ്ണൻ മന്ത്രിയുടെ ഫോട്ടോ കണ്ട് വല്ലാതെ അതിനകത്തങ്ങ് വീണുപോയി എന്നല്ലേ നിങ്ങളിപ്പോ പറഞ്ഞത്? ഈ തട്ടിപ്പ് ഒരു രാഷ്ട്രീയ പദ്ധതി കൂടിയായിരുന്നു. ഞാൻ പറയാം, ഇതൊരു രാഷ്ട്രീയ പദ്ധതി കൂടിയായിരുന്നു. കാരണം BJP കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും വികസന മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചൊന്നും ആളുകൾ BJPയിലേക്ക് ആകർഷിക്കുന്നില്ല. അപ്പോൾ BJP പിന്നെ കണ്ടെത്തിയൊരു മാർഗം ഇതുപോലെയുള്ള ചില എളുപ്പ വഴികളിൽ കൂടി ആളുകൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. അപ്പം അതുകൊണ്ട് അവർ നരേന്ദ്രമോദിയുടെ പേര് ഉപയോഗിക്കുന്നു, അവർക്ക് കേന്ദ്രത്തിൻ്റെ ഭരണത്തിൻ്റെ സ്വാധീനം ഇവിടെ പറയുന്നു. അങ്ങനെ വലിയ തോതിൽ CSR ഫണ്ട് ഞങ്ങൾ മുഖാന്തരം ലഭിക്കും. സംസ്ഥാന ഗവൺമെൻറ്റോ സംസ്ഥാനത്തെ സംവിധാനത്തിനൊന്നും ഇത് ഏർപ്പാടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞങ്ങളാണ് ആശ്വാസം എന്നാണ് BJP പ്രഖ്യാപിച്ചത്. അത് എൻ രാധാകൃഷ്ണനാണ് അതിൻ്റെ ചുമതല കൊടുത്തത്. അപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അറിവോടുകൂടിയിട്ടാണ് എൻ രാധാകൃഷ്ണൻ ഇങ്ങനൊരു പദ്ധതിക്ക് കേരളത്തിൽ തുടക്കം കുറിച്ചത്. അപ്പൊ ഇത് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാധാകൃഷ്ണന്റെ ഇതിലുള്ള പങ്ക് എന്താണ് എന്നത് വ്യക്തമാകുന്നില്ല. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഇരവാദമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP പ്രതിനിധികളെ ആരെങ്കിലും ഈ ചർച്ചയ്ക്ക് കിട്ടുമോ എന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നു. പക്ഷേ അവർ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഈ രീതിയിൽ ഒരു പ്രചരണം, ഇത് കേന്ദ്ര സഹായം ഇവിടെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനമാണ്, കേന്ദ്ര സർക്കാരിന്റെ സഹായം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് എന്നൊരു പ്രചാരണം ഈ തട്ടിപ്പുകാർ നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് പറഞ്ഞു കേൾക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ പറയുന്നത് പോലെ മന്ത്രിമാരുടെ പടം ഇതിന് ദുരുപയോഗം ചെയ്തിട്ടുണ്ടല്ലോ. വി ശിവൻകുട്ടിയുടെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും ഒക്കെ പടം കണ്ടിട്ടാണ് താൻ തട്ടിപ്പിന് ഇരയായത് എന്ന് എൻ രാധാകൃഷ്ണൻ പറയുന്നു. റോഷി അഗസ്റ്റിന്റെ പടം വരുന്നു. മുഖ്യമന്ത്രിയുടെ മായൊക്കെ നിൽക്കുന്ന ആനന്ദകൃഷ്ണൻ എന്ന് പറയുന്നയാളുടെ, അവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട്. അങ്ങനെ പല പടങ്ങളും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പടങ്ങളെല്ലാം അവർ ഉപയോഗിച്ചു. ഈ കേന്ദ്ര ഫണ്ട് ഇവിടെ സാധാരണക്കാർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഓരോ വ്യക്തികളുടെയും പടവും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. രേണുക, എങ്ങനെ നിഷ്കളങ്കമായി സംസാരിക്കല്ലേ. ഇതിനകത്ത് വളരെ കൃത്യമായി ഞാൻ പറയാം, BJPയുടെ രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് ഇതെല്ലാ സ്ഥലത്തും സംഘടിപ്പിച്ചത്. BJP ആണ് ഇതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. പല ഗ്രാമങ്ങളിലും BJPക്ക് സ്വാധീനമില്ലാത്ത ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ BJPയുടെ ഭാഗമായി പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ BJP അല്ലാത്ത ധാരാളം പാവപ്പെട്ട ആളുകളെ അവർ കണ്ടെത്തുന്നു. അവരുടെ കുടുംബത്തിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ്, അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ BJP ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടാണ് ഇതിനെ കണ്ടത്. ഇപ്പോൾ BJP ആണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തിയത്. അപ്പം അങ്ങനെ നടത്തിയിട്ട് ഈ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട എൻ രാധാകൃഷ്ണനും ഈ അനന്തു രാമകൃഷ്ണനും ഇങ്ങനെയുള്ള ഈ സംഘത്തിൽപ്പെട്ട ആളുകൾ കേരളമായതുകൊണ്ട് കേരളത്തിലെ ചില ജനപ്രതിനിധികളെ ഇത് തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രജിസ്റ്റർ ചെയ്ത ഒരു NGO, ആ NGO പാതി വിലക്ക് ഇപ്പൊ MLA അയാളുടെ മണ്ഡലത്തിൽ ഒരു പരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പങ്കെടുക്കുമല്ലോ. ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് ഇങ്ങനെയുള്ള ഒരു കിറ്റ് വിതരണം നടത്തുമെന്ന് പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചാൽ ചിലപ്പോൾ ഞാൻ പങ്കെടുക്കും.
പക്ഷെ അത് ആ കിറ്റ് വിതരണം നടത്തുന്നത് ഭാവിയിൽ മറ്റൊരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ന നിലയിലേക്ക് എനിക്ക് അപ്പം തന്നെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ, അങ്ങനെ എനിക്ക് ഗണിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഇങ്ങനെയുള്ള പരിപാടികൾക്കകത്ത് പങ്കെടുത്തിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇത് തട്ടിപ്പിനെ ന്യായീകരിക്കാൻ വേണ്ടി അവർ പറയുന്ന വാദങ്ങൾ നമ്മൾ ഏറ്റുപിടിക്കാൻ വേണ്ടി പാടില്ല. ഇത് കൃത്യമായിട്ട് BJP കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി കേരളത്തിൽ പാവപ്പെട്ട ജനതയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വമ്പിച്ച തോതിൽ CSR ഫണ്ട് ഒഴുക്കുന്നു എന്നാ പ്രചരിപ്പിച്ചത്. അങ്ങനെ BJPയുടെ പ്രാദേശിക കമ്മിറ്റികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇതെല്ലാം ഇപ്പൊ നേതാക്കളുടെ ഒത്താശയോടുകൂടി ഇത്തരം ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നോക്കൂ, ഒരിക്കൽ തട്ടിപ്പിൽ പിടിക്കപ്പെട്ട ഒരാളാണ് ഇതിൽ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതുപോലെ മന്ത്രിമാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന് കുറച്ചുകൂടി വിശ്വാസ്യത നേടിയെടുക്കാനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് വെച്ചു. ഈ തട്ടിപ്പ് ഇത്രമേൽ വ്യാപകമായിട്ട് നോക്കൂ, പാറശാല മുതൽ തളിപ്പറമ്പ് വരെയുള്ള ഇടങ്ങളിൽ നൂറുകണക്കിന് പേർ, ആയിരക്കണക്കിന് പേർ ഈ തട്ടിപ്പിൽ പങ്കെടുത്തിരിക്കുന്നു, അതിൽ ഇരകളാക്കപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന് കേസുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 1000 കോടിയുടെ തട്ടിപ്പാണിത് എന്ന് മനസ്സിലാകുന്നു. എത്രമാത്രം വ്യാപ്തിയാണ് ഈ തട്ടിപ്പിനുള്ളതെന്ന് അറിയാമല്ലോ. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ BJP നേതൃത്വം ഇടപെട്ട് ഇത്തരം ഒരു തട്ടിപ്പ് നടത്താൻ നമ്മുടെ നാട് അതിന് ഒരുക്കി ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സംവിധാനങ്ങളൊന്നുമില്ലേ, അന്വേഷണ സംഘങ്ങളില്ലേ, രഹസ്യാന്വേഷണ വിഭാഗമില്ലേ? ആർക്കും ഒരു തുമ്പും കിട്ടാത്ത രീതിയിൽ ഈ തട്ടിപ്പിന് പറ്റുന്ന ഇടമാക്കി നമ്മുടെ നാട് മാറിയിരിക്കുകയാണോ? അല്ല, നിങ്ങളെ ഈ ആശങ്കയൊക്കെ ശരി തന്നെ. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനത അധിവസിക്കുന്ന നാട്ടിൽ ഇങ്ങനെയെല്ലാമുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് ആളുകളെ എളുപ്പത്തിൽ പറ്റിച്ചു പോകാൻ വേണ്ടി കഴിയുന്നു എന്നത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. നാട്ടുകാർ മാത്രമല്ല പറ്റിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പറ്റിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രസ് ക്ലബിന്റെ വാർഷിക ജനറൽ ബോഡിക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്കൂട്ടി വിതരണത്തിന് ആവശ്യമായ കരാറിൽ ഏർപ്പെട്ടു എന്നും പിന്നീട് അത് നിന്നുപോയി എന്നൊക്കെയുള്ള കഥകൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാ വിഭാഗം ആളുകളും ഇതിന്റെ എല്ലാം ഇവരുടെ ഈ തട്ടിപ്പ് വാഗ്ദാനങ്ങളിൽ വീണുപോയിട്ടുണ്ട്. കുറെ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഇപ്പം മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് വേറൊരു നിക്ഷേപ തട്ടിപ്പ് കണ്ണൂരിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴാണെങ്കിൽ മറ്റേ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബാങ്കിങ് സംവിധാനം വന്നിട്ടുണ്ട്. അതൊക്കെ എപ്പോഴാണ് പണവും കൊണ്ട് മുകുന്നത് പറയാൻ കഴിയില്ല. ഇവിടെ നിന്ന് വിരിക്കുന്ന പണം മുഴുവൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളും ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ആട്, തേക്ക്, മാഞ്ചിയം ഈ കേരളത്തിൽ നടന്നാണല്ലോ. ഇപ്പൊ എന്തെല്ലാം തട്ടിപ്പുകളാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളീയ ജനത കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചയാവാം. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ ഒരു രജിസ്റ്റർ ചെയ്ത ഒരു NGO ആണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ധാരാളം NGOs ഉണ്ട്. ആ NGOs എല്ലാം നാളെ തട്ടിപ്പ് നടത്തുമോ എന്നറിഞ്ഞിട്ട് ഇന്നേ ആ NGOs നടത്തുന്ന പരിപാടിക്കകത്ത് പങ്കെടുക്കാതിരിക്കാൻ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആയിരക്കണക്കിന് NGOs ഉണ്ട്. അതിനകത്ത് ചില ആളുകളാണ് ഈ NGOസിനെ ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്നത്. ഈ NGOസിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി രാഷ്ട്രീയമായ തീരുമാനമെടുത്തത് BJP ആണ്. അതിന്റെ കൂടെയാണ് കോൺഗ്രസ്. ഇപ്പൊ രാത്രി BJPയും പകല് കോൺഗ്രസുമാവുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് കോൺഗ്രസ് നേതാവ് ആന്റണി നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ തട്ടിപ്പിന്റെ കാര്യത്തിൽ പകലും രാത്രിയും എല്ലാം കോൺഗ്രസും BJPയും ഒരുമിച്ച് നടക്കുന്ന കാഴ്ച ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ലാലി ജോസഫ്, ആരാ ലാലി? KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു. ലാലി പറയുകയാണ്, എനിക്ക് ലാലി വിൻസെന്റ് അനന്തകൃഷ്ണൻ എന്റെ മകനെ പോലെയാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ച് ആശങ്കയില്ലാത്തത്? നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കല്ല, പൊതുവിൽ കുറെ കൂടി ആശങ്ക വേണ്ടതല്ലേ? VD സതീശൻ അതിനെ ന്യായീകരിച്ചില്ലേ? ഇതുമായി ബന്ധപ്പെട്ട കേസ് തീരുന്നതിന് മുന്നേ തന്നെ VD സതീശനെ പോലെ ഒരാൾ വന്നിട്ട് ഇയാള് ശുദ്ധനാണെന്ന് പറയാൻ മാത്രം ഈ 45 ലക്ഷം എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ലാലി വിൻസെന്റിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാണല്ലോ. അപ്പോ അത് മാത്രമല്ല, ഇപ്പൊ പെരിന്തൽമണ്ണയിൽ നിന്നും ഒന്ന് കേൾക്കുന്ന വാർത്ത, അവിടെയുള്ള ഒരു MLA-യുടെ ഓഫീസ് വഴി ഇതുപോലെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ പരാതിയുമായിട്ട് രംഗത്ത് വരികയാണ്. അപ്പൊ ലീഗിന്റെ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്, കോൺഗ്രസിന്റെ ആളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇവരെല്ലാം പണം സമാഹരിക്കാനും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് വലിയ രൂപത്തിൽ സമൂഹത്തിൽ അംഗീകാരം ഉണ്ടാക്കി കൊടുക്കാനും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണാൻ വേണ്ടി കഴിയും. ഇവരെല്ലാം നേരിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസിന്റെയും BJPയുടെയും ബന്ധം അതിന്റെ നേതൃത്വം തള്ളി പറയുന്നുണ്ടോ, അത് സംബന്ധിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ കേരളത്തിന് താല്പര്യമുണ്ട്. ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, BJPയുടെ പ്രതിനിധി എന്തായാലും നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി